ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഓഗസ്റ്റ് മാസം 24-ാം തീയതി രാവിലെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാമത്തെ അധ്യായമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായം വളരെ സങ്കടകരമായിരിക്കുന്ന ഒരു പ്രസ്താവനയോടെയാണ് അവസാനിക്കുന്നത്. ആ കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തരും തനിക്ക് ബോധിച്ചതുപോലെ നടന്നുവെന്നാണ്. നയിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണ് ജനങ്ങളെന്നും. അങ്ങനെയാണ്. വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ നയിക്കുന്നവരായിട്ട്, ലീഡേഴ്സായിട്ട്. മെജോറിറ്റി, ഭൂരിപക്ഷം ആളുകളും നയിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരു നല്ല നേതാവ് വേണം, അവരെ നേരെയുള്ള പാതകളിൽ നടത്തണം, നല്ല ആലോചനകൾ പറഞ്ഞു കൊടുക്കണം, ശരിയായ കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് ബോധ്യമാക്കി കൊടുക്കണം. അവരുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുവാനായി ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ ആവശ്യമായിരിക്കുന്ന ആലോചന അവർക്ക് പറഞ്ഞു കൊടുക്കണം, ബുദ്ധി അവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ആളുകൾ. വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ തങ്ങളുടെ ജീവിതത്തിലെ ഏത് കാര്യങ്ങളും സ്വയം ആലോചിച്ച് ചിന്തിച്ച് തീരുമാനിക്കുന്നത്. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനിക്കുമ്പോൾ നാം അവിടെ വായിക്കുന്നത് ഇസ്രായേലിലെ ഓരോരുത്തരും സ്വന്തം ബോധ്യപ്രകാരം നടന്നുവെന്നാണ്. സ്വന്തം ബോധ്യപ്രകാരം നടന്നുവെന്ന്. എവറി മാൻ ഡിഡ് ദാറ്റ് വിച്ച് വാസ് റൈറ്റ് ഇൻ ഹിസ് ഓൺ ഐസ് എന്നാണ്. ഓരോ മനുഷ്യനും തനിക്ക് ശരി എന്ന് ബോധ്യമായത് ചെയ്തു എന്നാണ്. അല്ലാതെ തോന്നിയാസം നടന്നു എന്നല്ല. അങ്ങനെ മലയാളത്തിൽ പറഞ്ഞിട്ട് തോന്നിയാസം നടക്കുന്നു. തോന്നിയാസം നടന്നു എന്നല്ല, തോന്നിയതുപോലെ, അവർക്ക് ശരിയെന്ന് തോന്നിയതുപോലെ അവർ ചിന്തിച്ചാലോചിച്ചിട്ട് അതാണ് ശരിയെന്ന് തോന്നിയതുപോലെ അവർ ചെയ്തു. പലപ്പോഴും നമ്മളും അങ്ങനെയല്ല ചെയ്യുന്നത്. നാം ആലോചിച്ചിട്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അവിടെ എന്താ പ്രശ്നം? പിന്നെ ശരിയെന്ന് തോന്നുന്നത് പോലെ അതെന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ദൈവത്തിന് ശരിയെന്ന് തോന്നിയില്ലെന്നുള്ളതാണ്. ദൈവം ശരിയെന്ന് തോന്നിയതല്ല ഞാൻ ശരിയെന്ന് തോന്നുന്നത്. എൻ്റെ ചെറിയ മനസ്സിൽ എൻ്റെ ചെറിയ സാഹചര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് നോവാത്ത നിലയിൽ, എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത നിലയിലാണ് ഞാൻ കാര്യങ്ങളെ വിശദീകരിക്കുകയും കാണുകയും ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കാണുമ്പോൾ ഞാൻ ചെയ്തു കൂട്ടുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ശരിയാവുകയില്ല. അതിൻ്റെ അന്ത്യം വളരെ മോശകരമായിരിക്കും. അതാണ് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത്. അക്കാലത്ത് ഇസ്രായേലിൽ അവർക്ക് നേതൃത്വം നൽകുവാൻ രാജാവില്ലായിരുന്നു. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ന്യായാധിപന്മാർ വരുമായിരുന്നു. പക്ഷേ അവസാനം ന്യായാധിപന്മാരും കുറഞ്ഞു. ജനം എന്തു ചെയ്യും? ഓരോ ആളുകളും ഓരോ കുടുംബവും തങ്ങൾക്ക് തോന്നിയതുപോലെ, തങ്ങൾക്ക് ശരിയെന്ന് തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്തു. ആലോചിച്ചൊക്കെ അവർ ചെയ്തത്. വീട്ടുകാര്യങ്ങൾ, അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടെ ആലോചിച്ചു. പക്ഷേ അവരുടെ ആലോചന എപ്പോഴും നെഗറ്റീവായിരുന്നു, വൺ സൈഡഡായിരുന്നു. കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ തെറ്റും ശരിയും സത്യസന്ധമായി കണ്ടിട്ട് വേണമല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുവാൻ. നാം ശരിയെന്ന് തോന്നുന്നത് മാത്രം കണ്ടാൽ നാം ഒരിക്കലും വിജയിക്കില്ല. കാരണം കാര്യങ്ങൾ നടപ്പാക്കാനായിട്ട് പോകുമ്പോൾ നാം കാണാതെ പോയതായിരിക്കുന്ന കാര്യങ്ങൾ അവിടെ കയറി വരികയും അത് നമ്മുടെ ആകെ പരിപാടിയെ പരാജയപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ശരിയാകണമെന്ന് നിർബന്ധമില്ല. ദൈവവചനം എന്തു പറയുന്നു എന്നുള്ളത് നാം ചോദിക്കണം. ദൈവവചനം എന്തു പറയുന്നു? ദൈവവചനത്തെ നാം പരിശോധിച്ച് നോക്കണം. ഈ വിഷയത്തെക്കുറിച്ച് വചനം എന്ത് പറയുന്നു? അതുപോലെ പ്രായവും പക്വതയും ഒക്കെ ഉള്ളതായിരിക്കുന്ന നമ്മുടെ ഗുരുക്കന്മാരുണ്ട്, വീടുകളിലെ പ്രായമുള്ള പിതാക്കന്മാരുണ്ട്, സഭയിലെ മൂപ്പന്മാരുണ്ട്. അവരോട് നാം ചോദിക്കണം, ആലോചന ചോദിക്കണം, എന്താണ് ശരി, എന്താണ് തെറ്റെന്ന്. പലപ്പോഴും നാം അങ്ങനെ ചെയ്യാറില്ല. അതിൻ്റെ ഫലം എന്താണെന്നറിയാമോ? വളരെ ആവൽകരമായിരിക്കുന്ന പ്രത്യാഘാതങ്ങളാണ് നാം ചെന്നുപെടുന്നത്. സ്വയ തീരുമാനങ്ങൾ പലപ്പോഴും അപകടകരമാണ്. അതിൽ പലപ്പോഴും സ്വാർത്ഥതയും താൽക്കാലികതയും മുന്തിച്ചു നിൽക്കുന്നു. ഭാവിയെ കാണുവാനുള്ള കഴിവുകളുടെ വലിയൊരു വിപത്താണ്. ഒളിഞ്ഞിരിക്കുന്ന ആപത്തുകൾ കാണുവാനായിട്ട് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ആലോചന വേണം. ആലോചനക്കാരുടെ അഭാവത്തിൽ ആപത്തുണ്ടെന്നാണ്. ആലോചനക്കാരുടെ ബഹുത്വത്തിൽ സുരക്ഷിതത്വമുണ്ട്. ഇൻ ദ മൾട്ടിറ്റ്യൂഡ് ഓഫ് കൗൺസിലേഴ്സ് ദെയർ ഇസ് സെക്യൂരിറ്റി, ദെയർ ഇസ് സേഫ്റ്റി. നമുക്കറിയാം, നാം ഒരു കാര്യം പലരോടും ആലോചിച്ച് വേണം. അങ്ങനെ പണ്ട് കാലത്ത് പറയാറുണ്ട്, പലരോടും നനയാതെ ഒരു കാര്യം ചെയ്യരുതെന്ന്. അങ്ങനെ ഞങ്ങൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചത് ഓർക്കുന്നുണ്ട്. പലരോടും നനയാതെ ഒരു കാര്യം ചെയ്യരുത്. പലരോടും ആലോചിക്കണം. ആലോചിക്കേണ്ടവരോടൊക്കെ ആലോചിക്കണം. ഒരാളുടെ ചോദിച്ചാൽ അയാൾ പറയുന്നതായിരിക്കുന്ന അഭിപ്രായമായിരിക്കില്ല അടുത്ത ആൾ പറയുന്നത്. അങ്ങനെ പലരോട് ആലോചിച്ച് കഴിയുമ്പോൾ ഏതാണ് ശരിയെന്ന് ഏകദേശം നമുക്കൊരു രൂപം കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവവചനം പരിശോധിച്ച് നോക്കണം. അത് വചനം എന്താണ് പറയുന്നത്, അതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇസ്രായേലിൽ രാജാവില്ലാത്തതായിരിക്കുന്ന കാലത്ത് ഓരോരുത്തരും ബോധിച്ചതുപോലെ ജീവിച്ചു. നേതൃത്വ പരാജയവും നേതൃത്വ കുറവും ദൈവജനങ്ങളെ എല്ലാ കാലത്തും വഴിതെറ്റിക്കുന്നതാണ്. അങ്ങനെയാണ് പല സഭകൾക്കും വരുന്നതായിരിക്കും. തെറ്റെന്താണെന്നറിയാമോ? ജനങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആലോചന ബുദ്ധിയോട് പറഞ്ഞു കൊടുക്കുവാൻ കഴിവുള്ള ആളുകൾ അവിടെ ഇല്ല.
ഇല്ല, ആലോചനക്കാർ കുറവാണ്. പ്രസംഗിക്കാനൊക്കെ കഴിയുള്ളവർ കാണും, പക്ഷേ ആലോചന പറഞ്ഞു കൊടുക്കുവാൻ കഴിയുള്ളവരാണ്. ദൈവജനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ശാസനത്തിനും ഗുണീകരണത്തിനും ബുദ്ധിയുപദേശത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാണെന്നാണ്. ശാസിക്കാൻ ആൾ വേണം, ഗുണീകരിക്കാൻ ആൾ വേണം, നീതിയിൽ അഭ്യാസം പറഞ്ഞു കൊടുക്കാൻ ആൾ വേണം. അതൊക്കെ ആവശ്യമാണ്. തെറ്റുകൾ തിരുത്താൻ ആൾ വേണം. നമ്മൾ തെറ്റുകൾ തിരുത്തത്തില്ല. പലപ്പോഴും സ്വയം ചികിത്സിക്കുന്നത് പോലെയാണ്. കാലിലൊരു മുറിവുണ്ടായാൽ അത് വെച്ച് കെട്ടണമെന്നൊക്കെ പറഞ്ഞാൽ ഒരു നേഴ്സ് വെച്ച് കെട്ടിയാൽ അത് നന്നായിട്ട് വലിച്ച് ഇളക്കി, പഴയ കെട്ട് വലിച്ചിളക്കി മരുന്നൊക്കെ വെച്ച് അതൊക്കെ തുടച്ച് പഞ്ഞി കൊണ്ട് തുടച്ച് പഴുപ്പൊക്കെ മാറ്റി മരുന്നൊക്കെ വെച്ച് കെട്ടും. നമ്മൾ തന്നെയാണ് ചെയ്യുന്നെങ്കിൽ നമുക്കൊട്ടും വേദനിക്കാതെ നമ്മൾ എന്ത് ചെയ്യും, പഴയ ആ പഴുപ്പ് ഉണങ്ങിയിരിക്കുന്നതിന് പുറത്ത് തന്നെ ഇച്ചിരി മരുന്ന് വെച്ച് വീണ്ടും കെട്ടും. കുറച്ച് കഴിയുമ്പോൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതെല്ലാം കുളമാകുമെന്ന് പറയും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്വയം ആലോചനകൾക്ക് പലപ്പോഴും അതാണ്. ദുഷ്ടന്മാരായ രാജാക്കന്മാർ ഇസ്രയേലിൽ ഉണ്ടായിരുന്ന കാലത്ത് അവർ കൊടുത്തതായിരിക്കുന്ന ആലോചന തെറ്റായിരുന്നു. എന്നാൽ നല്ല രാജാക്കന്മാരുണ്ടായതായിരിക്കുന്ന കാലത്തും നല്ല ന്യായാധിപന്മാരുണ്ടായ കാലത്തും ദൈവനത്തിന് ആവശ്യമായിരിക്കുന്ന ആലോചനകൾ അവർ പറഞ്ഞു കൊടുത്തു. ഏത് സമൂഹത്തിലും അങ്ങനെ തന്നെയാണ്. ഏത് സമൂഹത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു വീടിനെ എടുക്കൂ, നേതൃത്വം നൽകേണ്ടതായിരിക്കുന്ന പിതാവ്, മാതാവ് അവർ ബുദ്ധിപൂർവമായ ആലോചനകൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ, ആ മക്കൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലെ തെറ്റുകൾ അവർക്ക് ചൂണ്ടിക്കാണിക്കുന്നില്ലെങ്കിൽ വലിയ തെറ്റുകളിലേക്കായിരിക്കും മക്കൾ ചെന്ന് ചാടുന്നത്. ഒരു സഭയെ നോക്കുക, അങ്ങനെ തന്നെയാണ്. സഭയിൽ ജനങ്ങൾക്ക് ബുദ്ധിയുപദേശം കൊടുക്കുവാൻ കഴിവുള്ളതായിരിക്കുന്ന ഇടയന്മാരില്ലാത്തതായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണെങ്കിൽ എത്ര വലിയ തെറ്റിലേക്കാണ് ആളുകൾ ചെന്ന് ചാടുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇസ്രയേലിൽ രാജാക്കന്മാരില്ലാതിരുന്ന കാലത്ത് ഓരോ മനുഷ്യനും ചിന്തിച്ചാലോചിച്ച് തനിക്ക് ചൊവ്വ എന്ന് തോന്നിയത് നേരെ എന്ന് തോന്നിയത് ചെയ്തു. പക്ഷേ അതിൻ്റെ അന്ത്യം വളരെ സങ്കടകരമായിരുന്നു. അത് നമുക്ക് ഒരു വലിയ മുന്നറിയിപ്പാണ്. നാം തനിയെ ആലോചിച്ച് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നാം തന്നെ ചെയ്യുമ്പോൾ പലപ്പോഴും അതിൻ്റെ അന്ത്യം വളരെ ആവൽകരമായിരിക്കും. അതുകൊണ്ട് ആലോചിക്കേണ്ടവരോട് ആലോചിച്ച്, പ്രത്യേക ദൈവവചനം പരിശോധിച്ച്, ദൈവവചനം എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതെന്ന് മനസ്സിലാക്കി അതിന് പ്രകാരം കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വാഴ്ത്തപ്പെട്ട പിതാവേ, ഇസ്രയേലിലെ രാജാക്കന്മാരില്ലാതിരുന്നതായിരിക്കുന്ന കാലത്ത് ഓരോരുത്തരും ആലോചിച്ചിട്ട് ശരിയെന്ന് തോന്നിയത് ചെയ്തു. എന്നാൽ അതിൻ്റെ അന്ത്യം വളരെ പരിതാപകരമായിരുന്നു എന്നാണ് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങളുടെയും ജീവിതത്തിൽ അതുതന്നെ സംഭവിക്കാം. ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഞങ്ങൾ ചെയ്താൽ, മറ്റുള്ളവരുമായി ആലോചിക്കാതെ ഞങ്ങളുടെ മേൽ ദൈവമാക്കി വച്ചിരിക്കുന്നതായിരിക്കുന്ന നേതൃത്വത്തോട്, സഭയിലെ മൂപ്പന്മാരോട്, ഭവനത്തിലാണെങ്കിൽ മാതാപിതാക്കളോട്, ജ്യേഷ്ഠ സഹോദരങ്ങളോട്, സമൂഹത്തിലാണെങ്കിൽ സമൂഹത്തിൻ്റെ മൂപ്പന്മാരോട് ഒന്നും ആലോചിക്കാതെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലെ ഒളിഞ്ഞിരിക്കുന്ന ആപത്തുകൾ ഞങ്ങൾ കാണാതെ വലിയ ആപത്തുകൾ ചെന്ന് ചാടും. അതൊക്കെ ഒഴിവാക്കുവാൻ ഉള്ള വിവേകവും ബുദ്ധിയും ഞങ്ങൾക്ക് തരണമേ. ദൈവകൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഈ പകൽക്കാലം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ. ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടത്തി തരണമേ. സകല മഹത്വത്തോട് നിൽക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.